കോഴിക്കോട് ടൗണിൽ മത്സ്യകന്യകയെ കാണാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജോക്കുട്ടി ഇറങ്ങി ഫോട്ടോഷൂട്ട് തുടങ്ങി. ഇതോടെ ഞങ്ങളും ചാടിക്കയറി വണ്ടിയിലിരുന്നു. ഇത് കോഴിക്കോട് ടൗണിൽ സരോവരം ട്രേഡ് സെൻറ്റർ, അതിനടുത്ത് അക്രൈലിക് അണ്ടർ വാട്ടർ അക്വേറിയം ആയിരുന്നു. ഒരു ആംഗിൾ ഫിഷിൻ്റെ മൗത്താണ് ഞങ്ങളെ എൻട്രി ചെയ്തത്. അതിലൂടെ കയറി വന്നപ്പോൾ ബേഡ്സ് മരത്തിലും റോപ്പിലും സൈഡിലൊക്കെ ഇങ്ങനെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇറങ്ങിച്ചെന്നത് ഫിഷുകളുടെ ഒരു ലോകത്തേക്കായിരുന്നു. സ്ട്രിപ്പ് ഫിഷ്, യെല്ലോ ടെയിൽഡ് ഫിഷ്, ലോലിപോപ്പൊക്കെ ഓർമ്മ വരുന്ന വിധത്തിലുള്ള ലോലിപോപ്പ് ഫിഷ്. ഇതൊരു അടിപൊളി ഫിഷായിരുന്നു. കൗനോസ് ഫിഷ്, വലിയ വീതിയുള്ള ബോഡിയും നീളമുള്ള വാലും. ഡെഡ് ഫിഷ് എല്ലാം അഡ്സോർബൻറ്റിൻ്റെ മേലെ കയറി ഒരു ഫിഷ് കേക്ക് മോഡലായിരിക്കുന്നുണ്ടായിരുന്നു. ഇതിലെ ഏറ്റവും അടിപൊളിയായിരുന്ന ഫിഷ് കളർഫുൾ ഫിഷസാണ്, ചെറിയ ഫിഷസ്. ഇതിനൊക്കെ നമ്മുടെ വീട്ടിലൊരു അക്വേറിയം സെറ്റ് ചെയ്ത് അവിടേക്ക് മാറ്റാൻ തോന്നും. ഒരു സൺഡേ ആയതുകൊണ്ട് തന്നെ പാരൻസും കുട്ടികളെയും കൊണ്ട് ഫാമിലിയായി വന്നതായിരുന്നു എല്ലാവരും. ജോക്കുട്ടി ആകെ വണ്ടറടിച്ച് ഫിഷിനെയും പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ക്യാറ്റ് ഫിഷ്, കൗനോസ് ഫിഷ്, ജയൻറ്റ് ഫിഷസ്, അങ്ങനെ ഒരുപാട് ഫിഷിനെയും കണ്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് ജോക്കുട്ടി ഞെട്ടിപ്പോയി. ഇതേ ഒരു അക്വാമാൻ. ഒരുപാട് ഫിഷിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു അക്വാമാൻ ആദ്യമായിട്ടായിരിക്കും ജോക്കുട്ടി കാണുന്നുണ്ടാവുക. ടാറ്റയും കൊടുത്ത് ഞങ്ങൾ നേരെ വന്നത് മത്സ്യകന്യകയെ കാണാൻ. ടെയിൽ അടിപൊളിയായിരുന്നു. ലെജൻഡ് ഓഫ് ബ്ലൂ സീ കൊറിയൻ ഡ്രാമയിലെ മെർമെയ്ഡിനെ പോലെ. അസാധാരണമായ തിരക്കായ കാരണം അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ മത്സ്യകന്യകയും കണ്ട് സ്റ്റാർ ഫിഷും കണ്ട് അവിടെ നിന്നും മെല്ലെ ഇറങ്ങി വീട്ടിലേക്ക് പോന്നു.